നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഈ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും വരും. അതെ, നിരന്തരമായിട്ടുള്ള കഠിന പ്രയത്നത്തിൽ കൂടെ മാത്രമേ ഈ സക്സസ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു കഠിനമായ ഒരു പ്രയത്നമുണ്ടല്ലോ, ഒരു സഞ്ചാര ദിശ, അത് വളരെ അപ്പ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോവുക. അതെ, ഒരുപാട് ഫെയിലുവേഴ്സ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, പ്രതിസന്ധികൾ നമ്മൾ എന്ത് ചെയ്യാം ആ സമയത്ത് തരണം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറയാം, ഈ പരീക്ഷണ കാലഘട്ടം, അതായത് ഈ തരണം ചെയ്യുന്ന ഈ ഒരു കാലയളവ്, അത് വെറും നൈമിഷികമായ ഒരു കാര്യമാണ്, അല്ലാതെ ലൈഫ് ലോങ് ഒരു പ്രോസസ് അല്ല. പക്ഷെ സക്സസിലോട്ട് എത്തണം എന്ന് പറയുന്ന നമ്മുടെ ഒരു കഠിനമായ ഒരു ഉറപ്പുണ്ടല്ലോ, മനോബലം, ആ ഒരു മനോബലം നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ ഉദ്ദേശിച്ച സക്സസ് എത്തുക തന്നെ ചെയ്യും. അതായത് നമ്മൾ ആ ഒരു ടേണിംഗ് പോയിന്റ് അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിടത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നമ്മൾ അവസരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് അല്ലാതെ അവസരം തന്നെ കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷെ കഷ്ടപ്പാടിലും നമ്മൾ എന്ത് ചെയ്യുക, അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ ആരാധിക്കുന്ന പല കഥാപാത്രങ്ങളും, അതായത് നമ്മൾ ഭയങ്കര ഇന്ന് വളരെ കണ്ണിങ്ങായിട്ട് അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ സ്റ്റാർട്ടിങ് ഒന്ന് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ പാസ്റ്റിലെ ഏതൊരു ബയോഗ്രഫി എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധി കാലഘട്ടം, അതായത് ഒരുപാട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഒരാളും പറഞ്ഞിട്ടില്ല എനിക്ക് വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് താഴെ നിന്ന് വീണെത്തിയ ഒരു സംഭവമല്ല ഞാൻ ഈ വിജയം കണ്ടെത്തിയെന്ന്. അതായത് അങ്ങനെ ഒന്നും കിട്ടത്തില്ല. വെറുതെ കിട്ടുന്നതിനൊന്നും ടേസ്റ്റും ഉണ്ടാവത്തില്ല. സോ നമ്മൾ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സോ എത്രത്തോളം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു, എത്ര സമയം നമ്മൾ ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു, സോ അതിൽ നിന്നും കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, മീൻസ് അതിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ പ്ലസ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ലെവൽ, അത് വേറൊരു ലെവലായിരിക്കും. കാരണം കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു സംഭവം കിട്ടുമ്പോഴേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രാവശ്യം വീണു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നടക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, പല പ്രാവശ്യം വീണിട്ടാണ് ആ കുഞ്ഞൊന്ന് എണീറ്റ് നടന്നത്, അല്ലേ? അല്ലാണ്ട് ഒരു പ്രാവശ്യം വീണു എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ആ കുഞ്ഞ് നടക്കത്തില്ലായിരുന്നു. ഇത് തന്നെയാണ് ഒരു പ്രോസസ്സിംഗ് ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഘട്ടങ്ങളെന്ന് പറയുന്നത്. നമ്മൾ വീണാല് ആ വീഴ്ചയുടെ ആഴം മനസ്സിലാക്കിയാല് വീണ്ടും എണീക്കാൻ നമുക്കൊരു എനർജി കിട്ടുള്ളൂ. സോ നമ്മൾ ഓരോ വീഴ്ചകളും നമ്മുടെ നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ്.